ന്യൂ ഫയൽ എടുക്കുക. എന്നിട്ട് ഇതിൽ എന്തോ ഹാങ് ഉണ്ടോ ഇതിന്? A3 കൊടുക്കാം. സെന്റിമീറ്റർ ആക്കണേ, സെന്റിമീറ്റർ ആക്കണം. മാറും. അല്ല, ലാൻഡ്സ്കേപ്പിലാണ് വരേണ്ടത്. എന്ത്? രണ്ട് ഓപ്ഷൻ ഉണ്ട്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പ്. അതന്നെ. എന്നിട്ട് പേജ് ഓപ്പൺ ആയിട്ട് മനസ്സിലായില്ല. ഇവര് ഏതോ ലോകത്ത് ആർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ന്യൂ ഫയൽ എടുക്കുക. എന്നിട്ട് ലാൻഡ്സ്കേപ്പിൽ ഇതുപോലെ വരുന്ന രീതിയിൽ ഫയൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ 3D ചെയ്തത് സേവ് ആയിട്ട് ഇതിലുണ്ടാവുമല്ലോ, നിങ്ങളെ സിസ്റ്റത്തിൽ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഇമേജസ് ഉണ്ടോ? എന്താ? ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുന്നേരം ഈ പേജ് വരും. നിങ്ങളുടെ പേജ് വേറെ തന്നെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് എന്താക്കുക, ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഈ പേജിലേക്ക് കൊണ്ടുപോയിടുക. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ എന്താണ് അതിൻ്റെ പേര്, ടൈറ്റിൽ ബോക്സും PDF ആക്കി വെക്കുക. ടൈറ്റിൽ ബോക്സിൽ നിങ്ങളെ 3D ഏതാണോ പേര്, 3Dൻ്റെ ഏതാണോ വ്യൂ, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് PDF ആക്കിയാൽ കുറച്ചും കൂടി ഈസി. അല്ലെങ്കിൽ ടൈറ്റിൽ ബോക്സ് മാത്രം ഇതിൽ കൊണ്ടുപോയി എടുത്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പേരടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെ പേരടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ പേരിപ്പോൾ എന്തോ ഒരു സ്ലോ ഉണ്ടോ? ഇൻഷ എന്നുള്ളത് അടിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് എവിടാണോ വേണ്ടത് നിങ്ങൾ ടൈറ്റിൽ ബോക്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് ടെക്സ്റ്റ് ഹൈറ്റും ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ കൂട്ടിക്കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ പേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കവർ പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഇമേജ് എന്താണ് അധികം ക്ലിയർ ഇല്ലാണ്ട്, അപ്പോൾ ഇവിടെ പോയിട്ട് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏത് ലെയറിലാണോ ഉള്ളത് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ. എന്നിട്ട് ഈ പേര് അടിച്ചു കൊടുക്കുക. സബ്മിറ്റഡ് ടു നിങ്ങളെ പേര് ചെയ്താ അതൊക്കെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ഇൻഡെക്സും അതേപോലെ തന്നെ എന്താക്കുക, ടെക്സ്റ്റ് ഇതാക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒരേ ഹൈറ്റിലും ലെങ്ത്തിലും വെഡ്ത്തിലും. പിന്നെ ഇതേപോലെ ഒരു എന്താ പറയുക, മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഹൈറ്റിലാണോ മാർജിൻ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ
പല റെക്റ്റാങ്കിള്, എലിപ്സ് അങ്ങനെ കുറേ കണ്ടില്ലേ? അതിൽ റെക്റ്റാങ്കിൾ എടുത്തിട്ട് വരച്ചാൽ എന്താ ഇവിടെ പ്രോപ്പർട്ടി ബോക്സ് കണ്ടില്ലേ? അതിൽ ഇത് ഫില്ല് കൊടുത്തതിനെ കൊണ്ടാണ് അത് ഫില്ലായിട്ട് കാണുന്നത്. സ്ട്രോക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഔട്ട്ലൈൻ മാത്രമായിട്ട് വരും. ഫില്ല് കൊടുക്കാണ്ട്, ഫില്ല് ക്ലോസ് ചെയ്യാണ്ട് ആ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇത് മാത്രമായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ തിക്നെസ്സും ഏത് ടൈപ്പ് ലൈനാണോ വേണ്ടത്, അതിൻ്റെ പിക്സല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ വിടുത്തും ലെങ്ത് എല്ലാം. അപ്പോൾ ഇത് കൊടുക്കണ്ട, അതിന് പകരം സ്ട്രോക്ക് കൊടുക്കാം. എന്നിട്ട് കളറ് മാറ്റണമെങ്കിൽ കളറ് മാറ്റി കൊടുക്കാം. ഓക്കെ കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ തിക്നെസ് കൂട്ടി കൊടുക്കാനും കുറച്ച് കൊടുക്കാനൊക്കെ ഇതവിടെ ഓപ്ഷൻ ഉണ്ട്. തിക്നെസ് മാക്സിമം ആക്കി കൊടുക്കുക. പിക്സലിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ? ഇത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്താൽ ഇത് കൂടെയും കുറേയൊക്കെ ചെയ്യും. കൊടുക്കുക. അപ്പം കണ്ടില്ലേ? ബോർഡറായി. ഓക്കെ, ഇനി വേറെന്താ വേണ്ടേ? ഇൻഡെക്സിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക. ഇൻഡെക്സിൻ്റെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ആക്കിയിട്ട് അതും കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഓട്ടോകാഡിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ. ഓട്ടോകാഡിൽ അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് 3Dയിൽ വരുന്ന സമയത്ത് മാക്സിമം നിങ്ങളെ വ്യൂവിനിങ്ങനെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു ഫോട്ടോ, ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആ ലെയർ എടുത്ത് അതിനെ നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. ഇതിൽ ഡ്രാഗ് ചെയ്യുകയും ഇത് ഈ മൂവ് ടൂൾ ഇതാക്കി ഇത് സെലക്ട് ചെയ്താൽ തന്നെ വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ വരും. ഇതിലത് കാണുന്നില്ല പക്ഷേ
നിങ്ങളിൽ ഉണ്ടാവും. ഇതിൽ വരുന്നില്ല അത്. സ്വാലിഹിനെ അറിയോ? വലുതാക്കാൻ ചെറുതാക്കാൻ കൺട്രോൾ ടി, ട്രാൻസ്ഫോമിൻ്റെ കൺട്രോൾ ടി. ഇതിൽ ഓപ്ഷനോ? ഇതിൽ മൂവ് ടൂൾ എടുത്താൽ തന്നെ വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ വരില്ല. ഇത് സെലക്ട് ആവും. ഇല്ല, അത് മിക്സ് CS5 CS6 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് പുതിയ വേർഷൻ CC ആണ്. ഇത് കൺട്രോൾ ടിയാ? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അതാണ് ഇപ്പോൾ എല്ലായിടത്തും ഇനി ഉണ്ടാകുക. കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ ഇത് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിന് മാക്സിമം നിങ്ങളെ ടൈറ്റിൽ ബോക്സിനനുസരിച്ചിട്ട് വെക്കുക കേട്ടോ. ടൈറ്റിൽ ബോക്സ് ഇവിടെ ഉണ്ടാവും. ടൈറ്റിൽ ബോക്സിനെ കൊള്ളിച്ചിട്ട് വെക്കുക. ബോർഡർ ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലും മാത്രം മതി. ഓക്കെ. പിന്നെ വേറെ എന്താ ഡൗട്ട്? ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇവിടെ ടെക്സ്റ്റ് എടുത്താൽ ടെക്സ്റ്റ് ഹൈറ്റ് ടെക്സ്റ്റ് കൊടുത്താൽ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? മൂവല്ല, സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാൻ കൺട്രോൾ ടി.